അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇന്ന് നമ്മുടെ ഹാഷിം വളരെ സന്തോഷവാനാണ്. മാഷാ അല്ലാ, ഇന്നാണ് നമ്മുടെ ഹാഷിമിൻ്റെ വിസ വരുന്നത്. വിസ വന്നാൽ തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഗൾഫിലേക്ക് പോകണമെന്നാണ് അറിഞ്ഞത്. അതിനുശേഷം മെഡിക്കൽ എടുക്കണം, അതുപോലെ തന്നെ ഗൾഫിലേക്കുള്ള ആവശ്യമായ ഡ്രസ്സും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അവൻ്റെ സുഹൃത്ത് ഹനീഫ അങ്ങനെയാണ് പറഞ്ഞത്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് വന്നോട്ടോ, ഇവിടെ റേറ്റ് കുറച്ച് കൂടുതലാണ്. നമ്മൾ ആദ്യത്തെ മാസം ആദ്യത്തെ കുറച്ച് മാസങ്ങളൊക്കെ പൈസയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വെറുതെ പൈസ കേടെടുത്ത് കളയരുത്. നമ്മൾ സമ്പാദിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഹനീഫയുടെ വാക്കുകൾ വാ തോരാതെ കേട്ടുകൊണ്ട് നമ്മുടെ ഹാഷിം ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ, നമുക്ക് നാളെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകണം. പിന്നെ അതുമല്ല, വീട്ടിലെ സാധനങ്ങളും ഒന്നുമില്ലല്ലോ. അരിയും പച്ചക്കറിയും സാധനങ്ങളൊക്കെ തീർന്നു പോയി കാണും. എനിക്ക് കഴിഞ്ഞ മാസം ശമ്പളം കിട്ടിയപ്പോൾ വാങ്ങിയതാണല്ലോ, പിന്നെ നമ്മളൊന്നും വാങ്ങിയിട്ടില്ല. ഒക്കെ അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ആയിട്ട് റേഷൻ പീടികയിൽ അരിയും പിന്നെ അതുപോലെ തന്നെ ചെറിയ ചീരയും പയറൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ കഴിഞ്ഞു പോകായിരുന്നല്ലോ. ആ മോനെ, അതിനെന്താ, മോൻ്റെ കയ്യിൽ അതിനൊക്കെയുള്ള പൈസ ഉണ്ടോ? ആവശ്യമില്ലാത്തൊന്നും വാങ്ങണ്ട കേട്ടോ, പൈസ വെറുതെ അത് കളയണ്ട. പിന്നെ മോനെ, മോൻ പോയാൽ പിന്നെ വീട്ടിൽ ആളൊഴിഞ്ഞ പോലാവും. ഇവിടെ ആരും ഉണ്ടാവില്ല. ഉമ്മാക്ക് സംസാരിക്കാനൊന്നും പിന്നെ ആരുമില്ല ഇവിടെ. അറിയാലോ, ഉപ്പ വയ്യാതിരിക്കാണ്. അതുകൊണ്ട് മോൻ പോയാലും ഇടയ്ക്കൊക്കെ വിളിക്കണം കേട്ടോ. അതിനെന്താ ഉമ്മ, ഇപ്പം ആദ്യത്തെ പോലത്തെ ഒന്നല്ലല്ലോ, ഇപ്പോൾ പണ്ടത്തെ കാലം ഒന്നല്ലല്ലോ. ഇപ്പോൾ വീഡിയോ കോളൊക്കെ വിളിക്കാം, നേരിട്ട് കണ്ടന്നെ സംസാരിക്കുമല്ലോ ഉമ്മ. ആ, അങ്ങനൊക്കെ ഉണ്ടോ മോനെ? ഉമ്മാക്ക് ഒന്നും അറിയില്ല കേട്ടോ. എന്നാലും എൻ്റെ കുട്ടി ഇടയ്ക്കൊക്കെ വിളിക്കണേ. അത് ഞാൻ എന്തായാലും വിളിക്കും. ഉമ്മ ഒരു പേടിയും പേടിക്കണ്ട. ഉമ്മ ബേജാറാണ്ട. ഇവിടെ ഞാൻ ഉള്ളത് പോലെ തന്നെ ആയിരിക്കും. എപ്പോഴും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും ഇൻഷാ അല്ലാ. ഉമ്മ, പിന്നെ നമുക്ക് ഞാൻ നമ്മുടെ അൻസാറിൻ്റെ ബൈക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന്മേൽ പോവാം. ഉമ്മക്ക് പേടിയൊന്നുമില്ലല്ലോ? മോനെ, ഞാൻ ബൈക്കിലൊന്നും കയറിയിട്ടില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. ശ്രദ്ധിച്ച് പോകണം. ഏതായാലും നമുക്ക് പോവാം, എനിക്ക് അത്യാവശ്യമല്ലേ പോണത്, സാധനമൊക്കെ വാങ്ങാനുള്ളല്ലേ. അങ്ങനെ ഹാഷിം അൻസാറിൻ്റെ ബൈക്കും എടുത്തുകൊണ്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്, സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഏകദേശം 4-5 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ വളരെ യാദൃശ്ചികമെന്ന് എന്ന് പറയട്ടെ, വളരെ വേഗത്തിൽ വന്ന ഒരു ലോറി ആ ബൈക്കിൻ്റെ സൈഡിൽ ഇടിക്കുകയായിരുന്നു. മോനെ, ഉമ്മ, ഉമ്മക്ക് വല്ലതും പറ്റിയോ? എന്തു പറ്റി ഉമ്മ? ഹാഷിമും ഉമ്മയും സഞ്ചരിച്ച ബൈക്ക് സൈഡിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഉമ്മ, ഹാഷിമോനെ, ഉമ്മക്ക് എന്തേ പറ്റിയോ? ഉമ്മ, എണീക്കുമ്മ. ഹാഷിമിൻ്റെ ഉമ്മയുടെ നെറ്റി റോഡിലിടിച്ച് രക്തം ധാരധാരയായി ഒഴുകുകയാണ്. ഉമ്മ, ഉമ്മ എണീക്കുമ്മ. ഉമ്മ, ആരെങ്കിലും ഒന്ന് വരണേ, എൻ്റെ ഉമ്മാനെ ഹോസ്പിറ്റലിൽ എത്തിക്കണേ. ഉമ്മ, ഉമ്മ എണീക്കുമ്മ. ഹാഷിമിൻ്റെ രക്തത്തിൽ കുളിച്ച കൈയും ശരീരവും കൊണ്ട് ആളുകൾ ഓടിക്കൂടി. ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആരെങ്കിലും വേഗം ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കൂ. വേഗം ചെല്ലൂ. എൻ്റെ ഉമ്മാൻ്റെ രക്തം പോകുന്നു, ചോര പോകുന്നു. എൻ്റെ ഉമ്മാക്കൊന്നും സംഭവിക്കരുത് നാഥ. അങ്ങനെ ഉമ്മയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് വളരെ വേഗത്തിൽ സഞ്ചരിച്ച വാഹനത്തിൽ ഉമ്മയെ മടിയിൽ കിടത്തിക്കൊണ്ട് ഹാഷിമും കൂടെ പോയി. വേഗം തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉമ്മയെ അഡ്മിറ്റ് ചെയ്തു. എൻ്റെ ഉമ്മാക്ക് എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ? ഒന്ന് പറയൂ.
ഡോക്ടർ പറഞ്ഞു. സമാധാനിക്കൂ, നമുക്ക് നോക്കാം, ഇൻഷാ അല്ലാഹ് ഒന്നും സംഭവിക്കില്ല. ഹാഷിം ആശങ്കയോടുകൂടി പുറത്ത് നടന്നുകൊണ്ടിരുന്നു. എൻ്റെ ഉമ്മാക്കൊന്നും സംഭവിക്കില്ല നാഥ, നാഥ. അവൻ പ്രാർത്ഥനയോടുകൂടി പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പക്ഷേ ആശിമിൻ്റെ കാൽമുട്ടിൽ നിന്ന് രക്തമൊഴുകുന്നത് ആശിം അറിഞ്ഞതേയില്ല. രക്തം മറന്നുകൊണ്ടേയിരിക്കുകയാണ്. ആശിമിനെയും അവിടുത്തെ നേഴ്സുമാരും അറ്റൻഡേഴ്സുമെല്ലാം അവിടെ കട്ടിൽ കിടത്തി ആശിമിൻ്റെ കാലിൽ നിന്നും ആശിമിൻ്റെ കയ്യിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകുകയാണ്. നിങ്ങൾ സമാധാനിക്കൂ, ഒരു നേഴ്സ് പറഞ്ഞു. ഉമ്മാക്കൊന്നും സംഭവിക്കില്ല, ഉമ്മാക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ സമാധാനമായിരിക്കൂ. അങ്ങനെ ഹാഷിമിനെ രക്തമെല്ലാം തുടച്ച് ഹാഷിമിൻ്റെ ശരീരം ക്ലീൻ ചെയ്യണം. അങ്ങനെ ഹാഷിമിനെ ബാൻഡേജെല്ലാം ചെയ്ത് ഇരിക്കുന്ന സമയത്ത് ഹാഷിം ഓർത്തു, നാഥ, എൻ്റെ ഉമ്മാക്കൊന്നും സംഭവിക്കരുതേ. എൻ്റെ ഉമ്മാക്ക് വല്ലതും സംഭവിച്ചാൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത്? ഉമ്മ എൻ്റെ പൊന്നുമ്മയാ, ഉമ്മ എന്നുമെന്നുമെൻ ജീവനാ. ഉമ്മ തന്ന സ്നേഹം, എൻ്റെ ഉമ്മ തന്ന ലാളനം ഒരിക്കലും മറക്കുവാൻ കഴിയുകില്ല. എൻ്റെ ഉമ്മാനെ ഒരിക്കലും വെറുക്കുകയില്ല. ഉമ്മ എൻ്റെ പൊന്നുമ്മയാ, ഉമ്മ എൻ്റെ ജീവനാ. ഉമ്മ തന്ന സ്നേഹം, എൻ്റെ ഉമ്മ തന്ന ലാളനം ഒരിക്കലും മറക്കുവാൻ കഴിയുകില്ല. എൻ്റെ ഉമ്മാനെ ഒരിക്കലും മറക്കുകയില്ല. ഉമ്മാന്റെ കണ്ണുകൾ നനയാതിരിക്കാൻ, ഉമ്മാന്റെ കവിളും നനയാതിരിക്കാൻ, ഉമ്മ വെച്ചുമ്മാന്റെ മടിയിൽ മയങ്ങി ഞാൻ ഉമ്മാനെയെന്നും അനുസരിക്കും. ഉമ്മ എൻ്റെ പൊന്നുമ്മയാ, ഉമ്മ എന്നുമെൻ ജീവനാ. ഹാഷിമിന് എവിടേക്കോ വല്ലാത്ത വേദന. മനസ്സിലാണോ അതോ കാലിലാണോ അതോ കയ്യിലാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് നേഴ്സ് വന്നത്. ഹാഷിം, നിങ്ങൾക്ക് ഉമ്മായെ വേണമെങ്കിൽ ഒന്ന് കാണാം. എൻ്റെ റബ്ബേ, ഉമ്മാക്ക് എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിക്കരുതേ. ഹാഷിം പ്രാർത്ഥനയോടുകൂടി എമർജൻസി റൂമിലേക്ക് കടന്നു. ഉമ്മ, ഉമ്മ. മോനെ ഹാഷിം, എനിക്കൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ തലയൊന്നും അടിച്ചിട്ടേ ഉള്ളൂ. എന്താ സംഭവിച്ചത്? ഇല്ല ഉമ്മ, ഒന്നും സംഭവിച്ചിട്ടില്ല. മോനെ, എനിക്കെന്തോ സംഭവിച്ചാൽ എൻ്റെ മോൻ ഒറ്റക്കാവൂലേ? ഇല്ല ഉമ്മ, ഉമ്മ എന്തായി പറയുന്നത്? അങ്ങനൊന്നും സംഭവിക്കൂല, അങ്ങനൊന്നും ഉണ്ടാവില്ല ഉമ്മ. എന്നാലും എനിക്കൊരു പേടി. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പ മാത്രമേ വീട്ടിലുള്ളൂ, പിന്നെ എൻ്റെ മോനും, അവർക്ക് ആരും ഉണ്ടാവില്ലല്ലോ. ഇല്ല ഉമ്മ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഇപ്പോൾ ഇത്രയല്ലേ ആയിട്ടുള്ളൂ, പ്രശ്നമൊന്നുമില്ല, അതൊക്കെ ശരിയാവും. ആ ഹാഷിം, ആ ഡോക്ടർ, എന്താ ഡോക്ടർ വിളിച്ചത്? ഹാഷിം ഒന്ന് റൂമിലേക്ക് വരൂ. ഹാഷിം ഭയത്തോടു കൂടി റൂമിലേക്ക് പോയി. ഡോക്ടർ എന്താണ്? ആ ഇരിക്കൂ ഹാഷിം, ഇരിക്കൂ, ഞാൻ പറയാം. ഹാഷിം, ഉമ്മാക്ക് സാരമായി മുറിവേറ്റിട്ടുണ്ട്. മുറിവ് നമ്മൾ പുറത്ത് കാണുന്ന പോലെ നെറ്റിയിൽ മാത്രമല്ല, ഉമ്മാക്ക് ബ്രെയിനിന് സാരമായി ക്ഷതമേറ്റിട്ടുണ്ട്. ഇത് പേടിക്കേണ്ട വിഷയമല്ല, എന്നാൽ പേടിക്കണം. ഉമ്മാക്ക് യാതൊരു സ്ട്രെസ്സും കൊടുക്കരുത്. അതുപോലെ തന്നെ ഇനി ഉമ്മ കുറച്ച് കാലത്തേക്ക് റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തില്ലെങ്കിൽ പിന്നെ അധിക കാലം ഉമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല.
അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. മെഡിസിന് മുടങ്ങാതെ മെഡിസിൻ കൊടുക്കണം. പിന്നെ ആഴ്ചയിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് മുടങ്ങരുത്. ആൻറ്റിബയോട്ടിക് ആണ്, ഇൻഫെക്ഷൻ കൂടുതലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മൾ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. അല്ല ഡോക്ടർ, ഉമ്മാക്ക് അത്രയും സീരിയസ് ആയ അസുഖമാണോ? സീരിയസ് ആണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് മാറ്റാവുന്ന ഒരു അസുഖമാണ്. ഉമ്മ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ഓക്കെ, മരുന്നുകൾ മുടങ്ങരുത്. എൻ്റെ തമ്പുരാനെ, ഉമ്മാക്കുള്ള മരുന്നിനുള്ള പണം ഞാൻ എവിടെ നിന്ന് കണ്ടെത്തും? എൻ്റെ കയ്യിലാണെങ്കിൽ വളരെ കുറച്ച് പണം മാത്രമേ ഉള്ളൂ. അതും ഞാൻ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി വിസക്കും മെഡിക്കലിനെല്ലാം എടുത്തു വെച്ച പണം. എങ്ങനെ ഞാനിതെല്ലാം താങ്ങും? പഠിച്ചോനെ, ശക്തി നൽകണേ നാഥ, എന്നെ തളർത്തല്ലേ നാഥ. അല്ലാഹുവിൻ്റെ ദാബ് നിന്നിലേറി വന്നാൽ അല്ലാനെ വിളിക്കാത്തവരാരുണ്ട്? ഇന്നീ ദുനിയാവിലാരുണ്ട്? അല്ലാ ഹയ്യുൽ ഖയ്യൂമേ, അല്ലാ ജല്ല ജലാലി, അല്ലാ ഹയ്യുൽ ഖയ്യൂമേ, അല്ലാ ജല്ല ജലാലി. അല്ലാഹുവിൻ്റെ ദാബ് നിന്നിലേറി വന്നാൽ അല്ലാനെ വിളിക്കാത്തവരാരുണ്ട്? ഇന്നീ ദുനിയാവിലാരുണ്ട്? ഡോക്ടറുടെ അടുത്തുനിന്നും ഹാഷിം ഉമ്മയുടെ അടുത്തേക്ക് പോയി. മോനെ ഹാഷിം, ഉമ്മ ഇനി എത്ര കാലം ഉണ്ടെന്ന് അറിയില്ല. ഉമ്മാക്ക് വയ്യടാ, ക്ഷീണമൊക്കെ കൂടി വരികയാണ്. എനിക്കെന്ത് സംഭവിച്ചാൽ? ഇല്ല ഉമ്മ എന്തായി പറയുന്നു? ഒന്നും സംഭവിക്കില്ല. ഡോക്ടർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത്. ഒരു മരുന്ന് കഴിക്കാനുണ്ട്, അത് മുടങ്ങാതെ കഴിച്ചാൽ മതി. എൻ്റെ കുട്ടീൻ്റെ അടുത്ത് അതിനൊക്കെയുള്ള പൈസ ഉണ്ടോ? കുഴപ്പമില്ലമ്മ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങനെയെങ്കിലുമൊക്കെ, അതൊന്നും പ്രശ്നമില്ല. അല്ല മോനെ, ഈ അർഷിമോളെ അറിയിച്ചോ? അർഷിമോളെ അറിയിച്ചില്ലെങ്കിൽ ഓളെന്താ വിചാരിക്കുക? അത് കുഴപ്പമില്ലമ്മ, അത് അവളെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹാഷിമിൻ്റെ പെങ്ങളുടെ പേരാണ് അർഷി. ഹാഷിം ഏതായാലും പെങ്ങളെ വിളിച്ച് പെങ്ങളെ ഓടിയെത്തി. ഉമ്മക്ക് എന്താ പറ്റിയത്? എന്തിനാ ഉമ്മ ഈ ബൈക്കിലൊക്കെ കയറാൻ പോയത്? ശ്രദ്ധിച്ചു പോയ പോരെ? ഹാഷിമിനാണെങ്കിൽ ബൈക്കൊന്നും ഓടിച്ച് അങ്ങനെ പരിചയമില്ല. അതല്ല അർഷി, അതൊരു ലോറിക്കാരൻ വന്ന് സൈഡിൽ അടിച്ചിട്ട് പോയതാണ്, അല്ലാതെ മനഃപൂർവ്വം ഒന്നും സംഭവിച്ചതല്ല. നമ്മളെന്താ ചെയ്യുക? ഉമ്മ പറഞ്ഞു. അത് സാരില്ല മോളെ, ഈ ഓനൊന്നും പറയണ്ട, ഓനേതായാലും പോകാൻ വേണ്ടി നിൽക്കല്ലേ. അല്ല അർഷി, പിന്നെ ഈ ഉമ്മാൻ്റെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കണം, ഉമ്മക്ക് മരുന്നൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. കുഴപ്പമില്ല ഹാഷിമേ, ഞാൻ അതൊക്കെ നോക്കിക്കോളാം. ഹാഷിമേ, ഈ പേടിക്കണ്ട, ഈ പോകാനുള്ള പരിപാടിയൊക്കെ നോക്ക്. ഏതായാലും ഉമ്മയെ ICUവിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. പിന്നെ 2 ദിവസത്തെ ICUവിൽ കിടന്ന് ഉമ്മയെ പിന്നെ വാർഡിലേക്ക് മാറ്റി ഡിസ്ചാർജ് ചെയ്യാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നടത്തി. അങ്ങനെ ഉമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാം പെട്ടെന്നായിരുന്നു. ഹാഷിമിൻ്റെ മെഡിക്കൽ പാസ്സായി, ഗൾഫിലേക്ക് പോകാനുള്ള ടിക്കറ്റ്, വിസ എല്ലാം വന്നു. ഇന്ന് നമ്മുടെ ഹാഷിം ഗൾഫിലേക്ക് പോവുകയാണ്. യാ അല്ലാഹ്, രോഗിയായി എൻ്റെ ഉമ്മയെ ഇവിടെ ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. നീ മാത്രമാണ് നാഥ കാവൽ. പെങ്ങളും എല്ലാവരും ഉണ്ടെങ്കിൽ പോലും നിന്റെ കാവലുണ്ടെങ്കിൽ മാത്രമേ നാഥ ഉമ്മാക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ. മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഉമ്മക്ക് നെറ്റിയിൽ ഒരു മുത്തം നൽകിക്കൊണ്ട്
ഹാഷിം യാത്രയായി. അങ്ങനെ ഏതാനും മണിക്കൂറത്തെ യാത്രയ്ക്കു ശേഷം സൗദിയിൽ അവൻ ലാൻഡ് ചെയ്യുകയാണ്. സൗദിയിൽ എത്തിയപ്പോൾ ഹാഷിം പൊട്ടിക്കരഞ്ഞു. എൻ്റെ ഉമ്മ ഇപ്പോൾ എൻ്റെ കൂടെയില്ല. ഉമ്മാക്കൊന്നും സംഭവിക്കരുതേ നാഥ. അലയടിച്ചുയരുന്ന കടലോല പൂങ്കാറ്റേ, കരളിന്നോവിൻ വിലാപം. ഉമ്മയിൽ ഇന്നെൻ്റെ കണ്ണീര് തുടയ്ക്കുവാൻ, കരളിന്നോവിൻ വിലാപം. ഓ കരളിൻ നോവിൻ വിലാപം. അലയടിച്ചുയരുന്ന കടലോല പൂങ്കാറ്റേ, കരളിൻ നോവിൻ വിലാപം. സൗദിയിലെത്തിയ ഹാഷിമിൻ്റെ ബാക്കി സ്റ്റോറി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും നാളെ. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. എല്ലാവർക്കും വിനയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.